പാവപ്പെട്ടവർക്ക് മാത്രമല്ല, സാധാരണക്കാർക്ക് പോലും അത് അത്ര പ്രാപ്യമല്ല. ഇതിന് നമുക്കൊരു മാറ്റമുണ്ടാകണം. ഞാൻ ഡൽഹിയിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ പ്രധാനമന്ത്രിയോട്, കേന്ദ്ര ഗവൺമെന്റിനോട് മുഖ്യമായിട്ട് പറഞ്ഞ ഒരാവശ്യം, UPA ഗവൺമെന്റ് വളരെയേറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ടു എംപ്ലോയ്മെന്റ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വളരെയേറെ കാര്യങ്ങൾ. ആ വൃത്തം ഒന്ന് പൂർത്തിയാകണമെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പൊ റൈറ്റ് ടു ഫുഡ് കൊണ്ടുവന്ന് കഴിഞ്ഞു, അത് പൂർത്തിയാകണമെങ്കിൽ റൈറ്റ് ടു ഹെൽത്ത് കൂടെ ഇന്ത്യയിൽ ലഭ്യമാകുന്ന ചികിത്സ ഇന്ത്യയിലെ എല്ലാവർക്കും ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാക്കണം. ഇന്ന് ഈ കാരുണ്യ പദ്ധതി കൊണ്ടുവരുന്നതിന്, സമയബന്ധിതമായിട്ട് കൊണ്ടുവരുന്നതിന് ഉത്സാഹിച്ച ആരോഗ്യമന്ത്രി ശ്രീ അടൂർ പ്രകാശിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 22 സ്ഥലത്തുകൂടി ഇത് തുടങ്ങുന്നതിനുള്ള പരിപാടി അത് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുക. അത് പിന്നീട് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വർദ്ധിപ്പിക്കും. ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക, ഇതാർക്കും എതിരല്ല, ഇതാരെയും ദ്രോഹിക്കാനല്ല. ഇത് ഈ നാട്ടിലെ സാധാരണക്കാര്, പാവപ്പെട്ടവര്, അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെ ഒരു പ്രതികരണം, അതനുസരിച്ചുള്ള പ്രവൃത്തിയാണ്. ഇതാർക്കും എതിരല്ല. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുക, ആരെങ്കിലും ഞങ്ങൾക്കെതിരാണ് എന്ന് ധരിച്ചുകൊണ്ട് ഈ പരിപാടിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഗവൺമെന്റിന് അറിയാം. അങ്ങനെ കൈകാര്യം ചെയ്യും. കാരണം പാവപ്പെട്ടവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു പരിപാടി കൊണ്ടുവരുമ്പോൾ അത് തെറ്റായ രീതിയിൽ ധരിച്ച് അത് ഇല്ലാതെയാക്കാൻ, അങ്ങനെ ഒരു സമീപനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത സ്റ്റെപ്പ്, അത്യാവശ്യം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ തുടങ്ങുന്നത് ഡയബറ്റിക്സ്